നമസ്കാരം. ഇന്ന് ഏപ്രിൽ 24-ാം തീയതി വെള്ളിയാഴ്ചയാണ്. വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. വൈശാഖ മാസത്തിലെ അഷ്ടമിയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്ന ദിവസം. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. മഹാലക്ഷ്മിയെ ആരാധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അഷ്ടലക്ഷ്മിമാരെ ആരാധിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുമെന്നാണ് പറയുക. അപ്പം ഇന്നേ ദിവസം എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നും കൂടെ ഒന്ന് പറയാം കേട്ടോ. ഇന്ന് വൈകുന്നേരം നിലവിളക്കിൽ 5 തിരിയിട്ടിട്ട് ഭദ്രദീപമൊക്കെ കൊളുത്തി വയ്ക്കുക. മഹാലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഭഗവാൻ ഉണ്ടല്ലോ. വിളക്ക് കൊളുത്തിയാൽ തന്നെ ഭഗവതിയുടെ സങ്കല്പമാണ്. എന്നിട്ട് അഷ്ടലക്ഷ്മിമാരെ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുക. അതിന് വേണ്ടിയിട്ട് 8 ചിരാതുകൾ കൊളുത്തി വെക്കുക. നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അത് 8 ലക്ഷ്മിമാരുള്ളത് കൊണ്ടാണ് 8 ചിരാതുകൾ തെളിയിക്കണം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ 8 തരത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കാം. അത് വെളുത്ത പുഷ്പങ്ങളാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. വെളുത്ത നിറമാണ് മഹാലക്ഷ്മിക്ക് പ്രാധാന്യം. അപ്പം വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുക, വെളുത്ത പുഷ്പങ്ങൾ, ഇപ്പം മുല്ലപ്പൂക്കൾ, മന്ദാരം, പിന്നെ തുളസി, അതേപോലെ തന്നെ മാവില, അങ്ങനെയൊക്കെ സമർപ്പിക്കുക കേട്ടോ. അതൊക്കെ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൂക്കൾ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 8 തരത്തിലുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് പറയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ. പിന്നെ 8 തരത്തിലുള്ള നീതിങ്ങൾ തയ്യാറാക്കുക. അതും വെളുത്ത നിറാണെങ്കിൽ വളരെ വളരെ നല്ലതാണ് കേട്ടോ. അതായത് പഞ്ചസാര, കൽക്കണ്ടം, പാല്, പാൽപ്പായസം, അങ്ങനെയൊക്കെ അതായത് സാധിക്കുന്നവരെ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ വെളുത്ത താമരപ്പൂക്കളൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ വിശേഷമാണെന്നാണ് പറയാറുള്ളത്. എന്നിട്ട് അഷ്ടലക്ഷ്മിമാരെ സങ്കല്പിച്ചുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാലേ എല്ലാ തരത്തിലുമുള്ള സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതിന് ഒരു സംശയമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ വൈശാഖത്തിലെ വെള്ളിയാഴ്ചയാണ്, അഷ്ടമിയാണ്. ഇതങ്ങനെ എല്ലായ്പ്പോഴും വരുന്നതല്ല, അപൂർവമായിട്ട് ഇങ്ങനെ എല്ലാം കൂടെ യോജിച്ചു വരുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയേറെ വിശേഷം. പിന്നെ വൈശാഖത്തിലെ എന്ത് പൂജകൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് ഇരട്ടി ഫലമാണെന്നാണല്ലോ പറയുക. അതുകൊണ്ടാണ് അതിവിശിഷ്ടം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏറ്റവും ലളിതമായിട്ടുള്ള നാമം ചൊല്ലാം. ഓം മഹാലക്ഷ്മി നമഃ എന്നുള്ളത് നന്നായിട്ട് ജപിക്കുക. ഇനിയിപ്പോൾ മഹാലക്ഷ്മി അഷ്ടകമൊക്കെ അറിയുന്നവർക്ക് അതൊക്കെ ചൊല്ലാവുന്നതാണ് കേട്ടോ. കനകധാര സ്തോത്രമൊക്കെ ചൊല്ലാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യരെ കനകധാര സ്തോത്രം ചൊല്ലിയ സമയത്താണ് ആകാശത്ത് നിന്ന് സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചു എന്ന്. അത്രയധികം സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നതാണ് പറയുക. പിന്നെ ചിലർ കുടത്തിൽ മാവിലൊക്കെ വെച്ചിട്ട് നാളികേരമൊക്കെ വെച്ചിട്ട് കുങ്കുമം കഴിഞ്ഞിട്ടൊക്കെ പൂജ ചെയ്യും കേട്ടോ. അത് മഹാലക്ഷ്മിയെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ചെയ്തു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യം ലഭിക്കുന്നതാണ് വിശ്വാസം. എല്ലാവർക്കും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.